മുണ്ടത്തിക്കോടിലേക്ക് പോകാം. ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാൻ കെടാവർ നായകൾ ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ അവിടെ പരിശോധന നടന്നിരുന്നു. സണ്ണി പീറ്റർ ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നു. സണ്ണി പീറ്റർ, കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. മുണ്ടത്തിക്കോട് അറിയാം, വല്ലാത്ത ഒരു സമയം തന്നെയാണ്, വല്ലാത്ത ഒരു കാഴ്ച തന്നെയാണ് അവിടെ കാണുന്നത്. വെയിൽ രൂക്ഷമാണ് എന്നറിയാം. ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ എന്തൊക്കെയാണ്, എന്തെല്ലാമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? പരിശോധനകൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടോ? റോജി, തീർച്ചയായിട്ടും മുണ്ടത്തിക്കോട് ഈ കൂടംകുളം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇന്നലെ ദുരന്തം നടന്ന ഇവിടെ ഇന്നലെ 14 പേരാണ് മരിച്ചത്. നമ്മുടെ തൊട്ട് സമീപത്ത് തന്നെയാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. വലിയ ഒരു ദുരന്തത്തിനാണ് ഇന്നലെ ഈ മുണ്ടത്തിക്കോട് സാക്ഷ്യം വഹിച്ചത്. ഇന്ന് രാവിലെ തന്നെ ഇവിടെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇന്ന് ഫോറൻസിക് വിദഗ്ധർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ളവർ, സന്നദ്ധ സേനാ പ്രവർത്തകരടക്കമുള്ളവർ രാവിലെ മുതൽ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ മന്ത്രിമാരായ കെ രാജൻ, എം പി രാജേഷ് ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരടക്കമുള്ളവർ ഇവിടെ പരിശോധനയുമായി രാവിലെ മുതൽ ഉണ്ട്. ഇന്നും ഒട്ടേറെ ആളുകളുടെ ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. പൂർണ്ണ മൃതദേഹം ആരുടെയും ലഭിച്ചിട്ടില്ല. നമുക്കിതിപ്പോൾ ഇപ്പോഴും ഇവിടെ പല സ്ഥലങ്ങളിലും ഈ പുക ഉയരുന്നുണ്ട്. തീയുടെ പുകകൾ ഉയരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും. തീ പൂർണ്ണമായിട്ടും പല സ്ഥലങ്ങളിലും ഇപ്പോഴും അണഞ്ഞിട്ടില്ല എന്നതാണ് അത് മനസ്സിലാക്കുന്നത്. കാരണം തീയുടെ ഒരു പുകകളൊക്കെ വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിൽ നിന്നൊക്കെ ഇപ്പോഴും പുകകൾ ഉയരുന്നൊരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. വലിയ വേദനാജനകമായ ഒരു ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഒട്ടേറെ ഈ വെടിക്കോപ്പിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ കുഴിമിന്നൽ, അതോടൊപ്പം ഡൈനാമിറ്റ്, ഗുണ്ടുകൾ, അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഒരുപാടാണ് ഇവിടെ കിടക്കുന്നത്. തന്നെ ഈ വാഹനങ്ങളൊക്കെ കത്തി നശിച്ചതും ഈ മരങ്ങളൊക്കെ തന്നെ കത്തി നശിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ ഒരു വേദനാജനകമായ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ഇനിയും ഇന്നിപ്പോൾ ഡി ജി പി രമ ചന്ദ്രശേഖർ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് 34ഓളം പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ്. ഇതുവരെയും കൃത്യമായ ഒരു കണക്ക് ഇല്ല. എത്ര പേര് അപകടത്തിൽപ്പെട്ടു, മരിച്ചവരുടെ മാത്രമാണ് ഒരു വിവരം. 14 പേര് മരിച്ചു എന്നതാണ് സ്ഥിരീകരണമായിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ഈ ദുരന്ത സമയത്ത് ഇവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് DGP പോലും വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല. 34ഓളം പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെയാണ് കാണാതായിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിൽ കൂടി അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാവിലെ മുതൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഇവിടെ ആരംഭിച്ചിരുന്നു. ഇന്നലെ 3:30 കൂടിയാണ് ഈ നാടിനെ നടുക്കിയ വലിയൊരു മഹാദുരന്തം ഈ മുണ്ടത്തിക്കോട് ഉണ്ടായത്. ഈ വെടിക്കെട്ട് അപകടം ഈ ഒരു ഈ പാടത്തിന് നടുഭാഗത്തായിട്ട് ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത്. അവിടെ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഈ പടക്ക നിർമ്മാണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് ഇവിടെ ഓരോ പടക്ക വസ്തുക്കളൊക്കെ തെറിച്ചു വന്നതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ അവിടെ കാണാൻ കഴിയും. ഈ പ്രദേശം മൊത്തം ഇങ്ങനെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നു. അതോടൊപ്പം തന്നെ കരിമരുന്നിൻ്റെയൊക്കെ ഒരു ഗന്ധവും നമുക്കിവിടെ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കുന്നു. ഒട്ടേറെ മാധ്യമപ്രവർത്തകർ, ദേശീയ മാധ്യമങ്ങളടക്കം ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടേറെ ആളുകളാണ് രാവിലെ മുതൽ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ അപകട സ്ഥലം കാണുന്നതിന്. പക്ഷേ ഇപ്പോഴും പോലീസ് ഇവിടെ ഒരു നിയന്ത്രണങ്ങളൊക്കെ കടുത്ത നിയന്ത്രണമാണ്. നമുക്കത് ഇവിടെ റിബൺ കെട്ടി ഉണ്ട്, അങ്ങോട്ട് കടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധർ അങ്ങനെയുള്ള ടീമുകൾ മാത്രമാണ് ഈ സംഭവ സ്ഥലത്ത് കയറി പരിശോധനകൾ നടത്തുന്നത്. ഇന്നിപ്പോൾ കെടാവർ നായയെ കൊണ്ടുവന്ന ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുന്ന നമുക്ക് ഈ ചൂരൽമല മേഖലയിൽ മണ്ണിനടിയിൽ അകപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് ഈ പ്രത്യേക പരിശീലനം ലഭിച്ച നായയാണ്, പോലീസിൻ്റെ നായയാണ് ഈ കെടാവർ നായ എന്ന് പറയുന്നത്. കാരണം മണ്ണിനടിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് മണം പിടിച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു 3 അംഗ ടീമിനെ കൊണ്ടുവന്ന് ഇവിടെ രാവിലെ മുതൽ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ഉച്ചയോടുകൂടിയാണ് ആ പരിശോധന അവസാനിപ്പിച്ചത്. ഏതായാലും പോലീസും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും പറയുന്നത് ഇനിയൊരു പൂർണ്ണത മൃതദേഹങ്ങൾ ഇനി ഇവിടെ ഇല്ല എന്ന തരത്തിൽ പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം അതെല്ലാം തുടർസ്ഫോടനം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ എന്നാലും ഇവിടെ വലിയ നിയന്ത്രണങ്ങളുണ്ട്. ഈ ഫോറൻസിക് സംഘം ഇപ്പോഴും പരിശോധന എല്ലായിടത്തും സൂക്ഷ്മമായുള്ള പരിശോധന
ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഒട്ടേറെ ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ദുരന്ത സ്ഥലത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഈ തീ അണഞ്ഞിട്ടില്ല എന്നാണ്. പല സ്ഥലങ്ങളിലും തീ ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ കാറ്റൊക്കെ വരുമ്പോൾ ഈ തീയുടെ പുക ഇങ്ങനെ ഉയരുന്നത് നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണാവുന്ന പോലെ തന്നെ ഈ പുക ഇങ്ങനെ ഉയരുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയും. വലിയ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയാണുള്ളത്. കാരണം പ്രത്യേകിച്ച് ഈ മരണപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾ, അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ ബന്ധുക്കൾ ഒക്കെ വലിയ വിഷമത്തിലാണ്. കാരണം അവരെ സംബന്ധിച്ചോളം ഇനി മറ്റു 5ഓളം പേരെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റുള്ള തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് മൃതദേഹങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ആരൊക്കെയാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്? നേതാക്കൾ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവ്, അതേപോലെ DGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. തെരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇനിയും മൃതശരീരങ്ങൾ കണ്ടുകിട്ടാൻ ഉണ്ടോ? എന്താണ് പറയുന്നത്? പല ഭാഗങ്ങളായി തീർച്ചയായിട്ടും ഇന്നിപ്പോൾ രാവിലെ റവന്യൂ മന്ത്രി കെ രാജൻ, അതോടൊപ്പം തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ KPCC അധ്യക്ഷനും സ്പീക്കറുമായിട്ടുള്ള VM സുധീരൻ, അങ്ങനെ ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ഇന്ന്, അതോടെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ളവർ ഇവിടെ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള തെരച്ചിൽ DGP ഇന്ന് പറഞ്ഞത് ഇന്നും വൈകുന്നേരം വരെ തെരച്ചിൽ നടത്തും. ആവശ്യമെങ്കിൽ നാളെയും കൂടി ഒരു തെരച്ചിൽ ഉണ്ടാകും, ഇവിടെ പരിശോധനകൾ നടത്തും എന്നാണ് DGP രവത ചന്ദ്രശേഖർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ എത്ര പേർ മരിച്ചു എന്ന കാര്യത്തിനകത്ത് ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. DGP പറയുന്നത് 34ഓളം പേർ മരിച്ചിട്ടുണ്ടാകാം, ഈ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ടാകാം എന്നതാണ് പറയുന്നത്. കാരണം ഒരു വ്യക്തമായ ഒരു കണക്ക് ആരൊക്കെയായിരുന്നു ഈ സമയത്ത്, ഈ സ്ഫോടനം ഉണ്ടായ സമയത്ത് ഡ്യൂട്ടിയിലുണ്ട് അല്ലെങ്കിൽ ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് എന്നതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായ ഒരു കണക്ക് ഇതുവരെയും ഇല്ല. എങ്കിലും 34ഓളം പേർ മരിച്ചിട്ടുണ്ടാകും എന്നാണ് DGP വ്യക്തമാക്കിയിട്ടുള്ളത്. റോജി. ഓക്കെ, തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ എല്ലാവരും എത്തി എന്ന് പറഞ്ഞു. അടുത്തുള്ള രക്ഷപ്പെട്ട ആരെയെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് വിമുക്തരായ ആരെങ്കിലും കാണാനോ, അല്ലെങ്കിൽ അപകടം കണ്ടു നിന്ന ദൃക്സാക്ഷികളെയോ അങ്ങനെ ആരെയും കൂടി സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? എങ്ങനെ അപകടം ഉണ്ടായി എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു വിലയിരുത്തൽ. ഇപ്പോഴും പോലീസും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഒക്കെ വ്യക്തമാക്കുന്നത് ഈ കനത്ത ചൂടാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഒരു പാടത്തിന് നടുക്കുള്ള ഒരു 5 ഏക്കറോളം വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ രാവിലെ മുതൽ നല്ല കനത്ത ചൂടാണ്. കനത്ത ചൂടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കനത്ത ചൂടിനെ തുടർന്നുണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്നതാണ്. കാരണം ഈ പടക്ക നിർമ്മാണത്തിൻ്റെ കത്തിക്കുന്നതിനായി ഈ തിരി ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ആ തിരിയിൽ വെയിലത്ത് ഉണക്കാനിട്ടിരുന്നു. അപ്പോൾ അതിനാണ് ഒരു തീപിടുത്തം, ഈ ചൂട് പിടിച്ച് അത് രാസലായനിയിലൊക്കെ മുക്കിയിട്ടാണ് അതിൻ്റെ തിരി ഉണക്കാനിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കനത്ത ചൂടിനെ തുടർന്ന് ആ രാസലായനി മുക്കിയ ആ തിരിക്ക് ഒരു തീപിടുത്തം ഉണ്ടായി. അങ്ങനെ അത് പിന്നീട് ആ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനത്തിലേക്ക് ഇടയാക്കി എന്നാണ് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം. എന്താണെങ്കിലും കനത്ത ചൂടാണ് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്നാണ് അധികാരികളൊക്കെ പറയുന്നത്. മറ്റു തരത്തിലുള്ള ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ മറ്റു സാധ്യതകളോ ഒക്കെ പോലീസും അതോടൊപ്പം തന്നെ റവന്യൂ അധികാരികളും ഒക്കെ തള്ളിക്കളയുന്നുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങളെന്നൊക്കെ പറയുന്നത് ഈ സ്ഫോടനം ഉണ്ടായതിൻ്റെ ഏറ്റവും തൊട്ടടുത്താണ് നിൽക്കുന്നത്. നമുക്കത് ഇപ്പോൾ ദൃശ്യങ്ങളെ കാണാൻ ഇരുചക്ര വാഹനങ്ങൾ പോലും കത്തി നശിച്ചതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോഴും ഇവിടെ വലിയ രീതിയിലുള്ള പുകയൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഫോറൻസിക് സംഘവും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ അപകടമുണ്ടായതിന് വളരെ ക്ലോസ് ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്, ഏറ്റവും അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോഴും അതുപോലെ സണ്ണി പീറ്റർ, മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ പരിശോധനകൾ സജീവമായിട്ടുണ്ടായിരുന്നല്ലോ. മൃതശരീരങ്ങളോ അതുപോലെ അല്ലെങ്കിൽ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇന്ന് രാവിലെ മുതൽ നടത്തിയ തെരച്ചിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നോ?
തീർച്ചയായിട്ടും ഒട്ടേറെ പൂർണ്ണ ഒരു ബോഡി അല്ലെങ്കിൽ ഡെഡ് ബോഡി ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ മൃതദേഹം പൂർണ്ണ രീതിയിലുള്ള മൃതദേഹങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഒരുപാട് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കുറേ ഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുന്ന മൃതദേഹങ്ങൾ പ്രത്യേകം പാക്ക് ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ ഫോറൻസിക് സംഘം പരിശോധിക്കുമ്പോൾ അവരുടെ കയ്യിൽ പ്രത്യേക ഡെപ്പികളുണ്ട്. ആ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നത് ആ ഡെപ്പിയിലേക്കാക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നീടായിരിക്കും ഫോറൻസിക് സംഘമൊക്കെ അതിനൊരു പരിശോധനയൊക്കെ നടത്തുക, അല്ലെങ്കിൽ DNA ഒക്കെ നടത്തുക. അപ്പോൾ ഏതായാലും ഇന്ന് ഒരുപാട് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൈയുടെ ഭാഗങ്ങൾ, കാലിൻ്റെയൊക്കെ ഭാഗങ്ങൾ. അതപ്പം തന്നെ ഒരു പോളിത്തീൻ കവറിൽ അല്ലെങ്കിൽ ഡെപ്പിയിലാക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്ന രീതിയിൽ അവർ ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഫോറൻസിക് സംഘം. ഓക്കെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ DNA പരിശോധനയൊക്കെ വേണമല്ലോ ഇനിയിപ്പോൾ. ആ പരിശോധനയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. എപ്പോഴേക്ക് ഈ ഫലങ്ങൾ കിട്ടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വല്ല വ്യക്തതയും വന്നിട്ടുണ്ടോ? DNA നമുക്ക് ഇപ്പോൾ മരിച്ചു പോയിട്ടുള്ള 14 പേരിൽ 5 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവരുടെ മൃതദേഹങ്ങളൊന്നും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം ഛിന്ന ഭിന്നമായി പോയിരുന്നു ഈ ശരീരങ്ങളൊക്കെ തന്നെ. പലരുടെയും മൃതദേഹങ്ങൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് DNA പരിശോധന നടത്തി കഴിഞ്ഞാൽ നാളെയോടുകൂടി അതിൻ്റെ ഒരു ഫലം ലഭിക്കും. അപ്പോൾ നാളെ അത് സംബന്ധിച്ച് നാളോടുകൂടി അതിൻ്റെ ഒരു DNA ഒരു ഫലം റിസൾട്ട് കിട്ടും എന്നൊക്കെയാണ് ഈ ഫോറൻസിക് അല്ലെങ്കിൽ മറ്റേ അവിടെ പോലീസ് സർജൻ അവരുടെ നാളെയോടുകൂടി ഫലം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. അതെ, നാളെയോടുകൂടി തന്നെ ഫലം വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. മറ്റൊരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ഒരു 5 ഏക്കർ വരുന്ന വലിയൊരു പാടശേഖരമാണ് എന്ന് പറയുകയുണ്ടായി. ഇതിൻ്റെ എത്രത്തോളം ഭാഗം ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്? എത്രത്തോളം കേടുപാടുകൾ പറ്റുക അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഈ പാടത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് ഒരു ദ്വീപ് പോലെയാണ് ഈ പ്രദേശം. ഈ ഒരു അപകട സ്ഥലം കാണാൻ നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാം തെങ്ങ് മരങ്ങളൊക്കെ തന്നെ കത്തി നശിച്ച് അതിൻ്റെ ഉണങ്ങി ഒരവസ്ഥയാണുള്ളത്. എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഒരു പച്ചപ്പ് പോലും എല്ലാം വലിയ മരങ്ങൾ പോലും കത്തി നശിച്ചു പോയിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചതേ, അതായത് ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ അതിൽ ഭയങ്കര ഗന്ധമാണ്. ഈ വെടിമരുന്നിൻ്റെ ഭയങ്കര രൂക്ഷമായ ഗന്ധമാണ് ഇവിടെ. നമ്മുടെ ശ്വാസതടസ്സം ഉണ്ടാകുന്ന തരത്തിലുള്ള ഭയങ്കര തടസ്സങ്ങൾ ഇങ്ങനെ എപ്പോഴും അതിരൂക്ഷമായ ഗന്ധവും അതോടൊപ്പം തന്നെ കാറ്റും. ഈ കാറ്റിങ്ങോട്ട് വരുമ്പോൾ വലിയ രീതിയിലുള്ള നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. കാരണം അത്രമാത്രം രൂക്ഷമായ ഗന്ധമാണ് ഇപ്പോഴും ഇവിടെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം നല്ല ഈ പാടത്തിന് നടുക്കായ മധ്യഭാഗത്തായതുകൊണ്ട് നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഒരു ഉയർന്ന ഈ പാടത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരാളി പൊക്കത്തിൽ ഉയർന്ന ഒരു പ്രദേശമാണ് ഇത്. ഈ 5 ഏക്കർ സ്ഥലം അവിടെ ഈ ചുറ്റും പാടമാണ്. പക്ഷേ ഈ ഉയർന്ന ഈ സ്ഥലത്ത് മരങ്ങളാണ്. തെങ്ങുണ്ട്, മാവുകൾ, പ്ലാവുകൾ, അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഈ മരങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ കത്തി നശിച്ചിരിക്കുകയാണ്. വലിയ തെങ്ങ് വരെ പൂർണ്ണമായി ഒട്ടേറെ തെങ്ങുകളാണ് അവിടെ നിന്നത്. ആ തെങ്ങുകളൊക്കെ കത്തിക്കരിഞ്ഞു പോയൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്നലെ ഉണ്ടായ ആ ഒരു സ്ഫോടനത്തിൻ്റെ ഒരു ആഴം അല്ലെങ്കിൽ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അത്രമാത്രമാണ്. വലിയ തെങ്ങുകൾ പോലും കത്തി, അതിൻ്റെ കൈകളൊക്കെ തന്നെ കത്തി നശിച്ചു പോയിരിക്കുന്നു. വലിയ മരങ്ങളൊക്കെ തന്നെ ഉണങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉഗ്ര സ്ഫോടനം എന്ന് പറയുന്നത് 6-7 കിലോമീറ്റർ വരെ ദൂരത്തിൽ 2-2.5-3 മണിക്കൂറോളം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്ത് വലിയൊരു സ്ഫോടനമായിരുന്നു. നാടിന് നടുക്കിയ തരത്തിലുള്ള വലിയൊരു സ്ഫോടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിനും അതോടൊപ്പം തന്നെ 26-ാം തീയതി നടക്കുന്ന പൂരം വെടിക്കെട്ടിനുമുള്ള തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആ വെടിക്കോപ്പിൻ്റെ എല്ലാം പൂർണ്ണമായിരുന്ന നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇന്നലെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അവശേഷങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇപ്പോഴും ആ തെരച്ചിൽ വ്യാപകമായി നടക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് പറയാൻ കഴിയുക.